ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ തിരുവചന വായനാ ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം 16 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ ഏറ്റവും ദുഃഖഭരിതവും ആത്മപരിശോധനയ്ക്ക് നമ്മെ ആഴത്തിൽ ക്ഷണിക്കുന്നതുമായ ഭാഗങ്ങളിലൊന്നാണ് ഈ 3 അധ്യായങ്ങൾ. ശിംശോൻ്റെ ജീവിതത്തിൻ്റെ അവസാന അധ്യായവും അതിനുശേഷം ഇസ്രായേൽ ജാതി എങ്ങനെ ആത്മീയ അരാജകത്വത്തിലേക്ക് വീണുപോയി എന്നതും ഇവ വിവരിക്കുന്നു. ഈ അധ്യായങ്ങളിൽ നാം കാണുന്നത് ഒരൊറ്റ വ്യക്തിയുടെ പരാജയം മാത്രമല്ല, ദൈവവചനത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ ഒരു സമൂഹം മുഴുവനും എത്ര വേഗത്തിൽ അധപതനത്തിലേക്ക് വഴുതി വീഴുമെന്ന് കാണിക്കുന്ന ഗൗരവമേറിയ മുന്നറിയിപ്പാണ്. ഈ ഭാഗങ്ങളിലൂടെ മുഴങ്ങുന്ന പ്രധാന സന്ദേശം ഇതാണ്: ദൈവം ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് ഇല്ലാതാകുമ്പോൾ ശക്തി ബലഹീനതയായി മാറും, ആരാധന ആചാരമാകും, സത്യം മനുഷ്യൻ്റെ ഇഷ്ടങ്ങൾക്ക് വഴിമാറും. 16-ാം അധ്യായത്തിൽ ശിംശോൻ്റെ ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ സംഭവങ്ങളാണ് ഈ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജനിക്കുന്നതിന് മുൻപേ ദൈവത്താൽ വേർതിരിക്കപ്പെട്ടവൻ, അസാധാരണമായ ശക്തി ലഭിച്ചവൻ, ഇസ്രായേലിൻ്റെ വിമോചനത്തിനായി വിളിക്കപ്പെട്ടവൻ, എന്നാൽ തൻ്റെ ഹൃദയത്തെ കാത്തുസൂക്ഷിക്കുവാൻ പരാജയപ്പെട്ടവൻ. ദലീലയുമായുള്ള ബന്ധം ഒരു പ്രണയകഥയല്ല, ആത്മീയ ജാഗ്രത നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ്റെ വീഴ്ചയുടെ കഥയാണ്. ചെറിയ ഒത്തുതീർപ്പുകൾ വലിയ തകർച്ചകളിലേക്ക് നയിക്കുമെന്ന സത്യം ശിംശോൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഒടുവിൽ തൻ്റെ നാസീർ വ്രതത്തിൻ്റെ അടയാളമായിരുന്ന മുടിയുടെ രഹസ്യം അവൻ വെളിപ്പെടുത്തി. ശക്തി മുടിയിലായിരുന്നില്ല, ദൈവത്തോടുള്ള സമർപ്പണത്തിലായിരുന്നു. ആ സമർപ്പണം നഷ്ടപ്പെട്ടപ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും അവനെ വിട്ടുമാറി. തിരുവെഴുത്തിലെ ഏറ്റവും ഹൃദയഭേദകമായ വാക്യങ്ങളിലൊന്നാണ്: യഹോവ തന്നെ വിട്ടുപോയിരിക്കുന്നുവെന്ന് അവൻ അറിഞ്ഞില്ല. ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടിട്ടും അത് തിരിച്ചറിയാതെ ജീവിക്കുന്ന അവസ്ഥയേക്കാൾ ഭയാനകമായ മറ്റൊന്നില്ല. ഫെലിസ്ത്യർ അവനെ പിടികൂടി, അവൻ്റെ കണ്ണുകൾ ചൂഴ്ന്നെടുത്തു. ഒരിക്കൽ ജനത്തെ നയിച്ചവൻ ഇപ്പോൾ തടവുകാരനായി ചക്ക് തിരിക്കുന്നു. ആത്മീയ അന്ധത ഒടുവിൽ ശാരീരിക അന്ധതയിലേക്കും നാണക്കേടിലേക്കും അവനെ നയിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ കൃപ അവസാനിച്ചിരുന്നില്ല. തടവറയിൽ ശിംശോൻ്റെ മുടി വീണ്ടും വളരാൻ തുടങ്ങി. അത് മുടിയുടെ വളർച്ച മാത്രമല്ല, പ്രത്യാശയുടെ മുളപ്പായിരുന്നു. തൻ്റെ അവസാന പ്രാർത്ഥനയിൽ അവൻ സ്വന്തം ശക്തിയെയല്ല, ദൈവത്തിൻ്റെ കരുണയെ ആശ്രയിച്ചു. അവസാനം ദൈവം അവനെ വീണ്ടും ശക്തിപ്പെടുത്തി. തൻ്റെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് ശത്രുക്കളെ പരാജയപ്പെടുത്തിയ ശിംശോൻ ജീവിതകാലം മുഴുവൻ ചെയ്തതിലുപരി തൻ്റെ അവസാന നിമിഷത്തിൽ ദൈവമഹത്വത്തിനായി പ്രവർത്തിച്ചു. ഇത് നമ്മെ പഠിപ്പിക്കുന്നത് ആത്മാർത്ഥമായ മാനസാന്തരത്തിലേക്ക് മടങ്ങി വരുന്ന ഒരാളെ ദൈവം ഒരിക്കലും കൈവിടുന്നില്ല എന്ന സത്യമാണ്. 17-ാം അധ്യായം. ഈ അധ്യായത്തിൽ യുദ്ധങ്ങളില്ല, എന്നാൽ അതിലും ഭയാനകമായ ഒരു യുദ്ധമുണ്ട്. സത്യത്തിനും വ്യാജത്തിനും ഇടയിലെ യുദ്ധം. മീഖാവ് തൻ്റെ വീട്ടിൽ ഒരു ആരാധനാലയം പണിതു, വിഗ്രഹങ്ങളുണ്ടാക്കി എഫോദ് നിർമ്മിച്ചു, സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പുരോഹിതനെയും നിയമിച്ചു. അതിലും അത്ഭുതകരമായി ഇതെല്ലാം ചെയ്ത ശേഷം അവൻ പറഞ്ഞു, ഇനി യഹോവ എനിക്ക് നന്മ ചെയ്യും. ഇതാണ് ആത്മീയ വഞ്ചനയുടെ ഏറ്റവും അപകടകരമായ രൂപം. ദൈവത്തിൻ്റെ നാമം ഉപയോഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ അവഗണിക്കുക. ഇന്നും ഇതേ അപകടം സഭയുടെ മുമ്പിലുണ്ട്. മനുഷ്യരുടെ അഭിപ്രായങ്ങൾ, പാരമ്പര്യങ്ങൾ, വികാരങ്ങൾ, സൗകര്യങ്ങൾ എന്നിവ ദൈവവചനത്തിന് മുകളിലായി സ്ഥാപിക്കുമ്പോൾ ആരാധനയുടെ രൂപം നിലനിൽക്കുമെങ്കിലും അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെടും. ദൈവം നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള ആരാധനയല്ല, തൻ്റെ വചനപ്രകാരമുള്ള ആരാധനയാണ് ആഗ്രഹിക്കുന്നത്. 18-ാം അധ്യായത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവം നൽകിയ അവകാശം പൂർണ്ണമായി കൈവശമാക്കാൻ ദാൻ ഗോത്രം തയ്യാറായില്ല. വിശ്വാസത്തിൻ്റെ വഴി പ്രയാസകരമായപ്പോൾ അവർ എളുപ്പവഴി തിരഞ്ഞെടുത്തു. അവർ മീഖാവിൻ്റെ വീട്ടിലെത്തി, ലേവ്യനെ സ്വന്തമാക്കി, വിഗ്രഹങ്ങൾ മോഷ്ടിച്ചു. പിന്നീട് പുതിയ നഗരത്തിൽ അതേ വിഗ്രഹാരാധന സ്ഥാപിച്ചു. ഒരു വ്യക്തിയുടെ പാപം ഒരു കുടുംബത്തെ ബാധിച്ചു. ഒരു കുടുംബത്തിൻ്റെ തെറ്റ് ഒരു ഗോത്രത്തിൻ്റെ പാപമായി മാറി. പിന്നീട് അത് തലമുറകളെ സ്വാധീനിച്ച ആത്മീയ അധപതനമായി വളർന്നു. പാപം ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കുകയില്ല, അതെപ്പോഴും മറ്റുള്ളവരിലേക്കും അടുത്ത തലമുറയിലേക്കും വ്യാപിക്കും. ഈ അധ്യായങ്ങൾ നമ്മെ ഗൗരവത്തോടെ ഓർമ്മിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വരങ്ങൾ ഉണ്ടായിരിക്കുന്നതും ദൈവ സാന്നിധ്യത്തിൽ ജീവിക്കുന്നതും ഒരുപോലെയല്ല എന്നതാണ്. ശിംശോന് വരങ്ങളുണ്ടായിരുന്നു, എന്നാൽ സ്ഥിരമായ ദൈവസാന്നിധ്യം അവൻ നഷ്ടപ്പെടുത്തി.
രണ്ടാമതായി, ചെറിയ ഒത്തുതീർപ്പുകളെ നിസ്സാരമായി കാണരുത്. ശിംശോൻ്റെ ജീവിതത്തിലും മീഖാവിൻ്റെ വീട്ടിലും ദാൻ ഗോത്രത്തിലും പാപം ചെറിയ തീരുമാനങ്ങളായിട്ടാണ് ആരംഭിച്ചത്. എന്നാൽ അതിൻ്റെ അവസാനം വലിയ നാശമായിരുന്നു. മൂന്നാമതായി, യഥാർത്ഥ ആരാധന മനുഷ്യൻ്റെ ആഗ്രഹങ്ങളിലല്ല, ദൈവവചനത്തിലാണ് സ്ഥാപിതമായിരിക്കുന്നത്. വികാരങ്ങൾ മാറാം, സംസ്കാരം മാറാം, ലോകത്തിന് മൂല്യങ്ങൾ മാറാം, എന്നാൽ ദൈവവചനം ഒരിക്കലും മാറുന്നില്ല. അവസാനമായി, ശിംശോൻ്റെ ജീവിതം പ്രത്യാശയുടെ സന്ദേശവും നൽകുന്നു. എത്ര ആഴത്തിൽ വീണാലും ആത്മാർത്ഥമായി ദൈവത്തിലേക്ക് മടങ്ങി വരുന്നവനെ അവിടുന്ന് തള്ളിക്കളയുന്നില്ല. കൃപയുടെ വാതിൽ ഇന്നും തുറന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം എപ്പോഴും പ്രഥമസ്ഥാനം കൈവശമാക്കുവാനും ഒത്തുതീർപ്പുകളില്ലാത്ത വിശുദ്ധ ജീവിതം നയിക്കുവാനും അവൻ്റെ വചനത്തോടുള്ള പൂർണ്ണ അനുസരണത്തിൽ നടക്കുവാനും നമ്മുടെ ശക്തിയിലല്ല, അവൻ്റെ കൃപയിലും സാന്നിധ്യത്തിലുമാണ് ആശ്രയിക്കേണ്ടതെന്ന് തിരിച്ചറിഞ്ഞ് ജീവിക്കുവാനും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എൻ്റെ ആത്മീയ ജീവിതം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണോ നിലനിൽക്കുന്നത്, അതോ എൻ്റെ കഴിവുകളിലും അനുഭവങ്ങളിലും മുൻകാല വിജയങ്ങളിലുമാണോ ഞാൻ ആശ്രയിക്കുന്നത്? ഇന്ന് നിസ്സാരമെന്ന് കരുതുന്ന ഏതെങ്കിലും ഒത്തുതീർപ്പുകൾ എൻ്റെ ജീവിതത്തിലുണ്ടോ? അവ നാളെ എന്നെയും എൻ്റെ കുടുംബത്തെയും ദൈവത്തിൽ നിന്ന് അകറ്റുന്ന വിത്തുകളാകുന്നില്ലേ എന്ന് ഞാൻ ആത്മപരിശോധന നടത്തുന്നുണ്ടോ? ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.